അന്ന് ആ ഇരുട്ട് നിറഞ്ഞ രാത്രിയിലാണ് സച്ചിന്റെ ജീവിതത്തിലെ ആ കറുത്ത ദിനങ്ങൾ തുടങ്ങുന്നത്. നമ്മളെല്ലാവരും ട്രെയിനിൽ യാത്ര ചെയ്യുന്നവരാണ്. എന്നാൽ നമ്മൾ ഭൂരിഭാഗം പേരും ട്രെയിനിൽ യാത്ര ചെയ്യുന്ന സമയത്ത് നമ്മൾ എപ്പോഴും ട്രെയിനിൽ ഒറ്റയ്ക്കാവാറില്ല. എപ്പോഴെങ്കിലും ട്രെയിനിൽ ഒറ്റയ്ക്ക് യാത്ര ചെയ്തവർക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒന്നാണ് ആ ട്രെയിനിലെ ഒരു ശാന്തതയും അവിടുത്തെ നിഗൂഢതകളും. കാരണം ഒറ്റയ്ക്ക് ഒരുപാട് ദൂരം ട്രെയിനിലൂടെ സഞ്ചരിക്കുന്ന സമയത്ത് ആ ട്രെയിൻ കടന്നു പോകുന്നതൊക്കെ വിജനമായിട്ടുള്ള വഴികളിലൂടെയാണ്. എപ്പോഴെങ്കിലും ഏതെങ്കിലും റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തിയെങ്കിൽ മാത്രമേ അവിടെ അല്പമെങ്കിലും ആളുകളെയൊക്കെ കാണാൻ സാധിക്കുകയുള്ളൂ. ഞാൻ പറഞ്ഞത് ഇതുപോലെയുള്ള വലിയ വലിയ മെട്രോ സിറ്റികളെ പോലെയുള്ള അല്ലെങ്കിൽ വലിയ വലിയ സിറ്റികളിലൂടെയുള്ള ട്രെയിൻ യാത്രകളെ കുറിച്ചല്ല. ഇത് നാഗ്പൂരിലേക്ക് പണ്ട് സച്ചിൻ സഞ്ചരിക്കുന്ന സമയത്ത് സച്ചിൻ്റെ ജീവിതത്തിലുണ്ടായ ഒരു അപൂർവമായിട്ടുള്ള അമാനുഷികമായിട്ടുള്ള ഒരു കാര്യത്തെക്കുറിച്ചാണ്. അത് അവൻ്റെ ജീവിതത്തിലെ ഒരു ദുരനുഭവത്തെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് ഇവിടെ പറയാൻ പോകുന്നത്. എൻ്റെ പേര് ഫൈസ്. ഞാൻ നിങ്ങളെ മരിച്ചിട്ടും കാത്തിരിക്കുന്നവരുടെ ലോകത്തേക്ക് സ്വാഗതം ചെയ്യുന്നു. രണ്ടായിരത്തി 2007 ഈ കഥ നടക്കുന്നത്. ഇതൊരു കഥയാണെന്ന് പറയാൻ വരട്ടെ, ഇത് സച്ചിൻ്റെ ജീവിതത്തിലെ ഒരു യഥാർത്ഥ സംഭവം. അവൻ ഈ കഥ ഷെയർ ചെയ്യുന്ന സമയത്ത് പ്രത്യേകിച്ച് അവൻ ഒരു കാര്യം എടുത്തു പറഞ്ഞു. അന്നത്തെ രാത്രി ഇന്നും ഞാൻ മറന്നിട്ടില്ല. ഇത്രയൊക്കെ വർഷം കഴിഞ്ഞിട്ടും ആ ഒരു രാത്രിയും അന്നത്തെ ട്രെയിനും ഞാൻ ഇതുവരെ എൻ്റെ ജീവിതത്തിൽ മറന്നിട്ടില്ല. എന്നാൽ ഈ കഥയിൽ പോയിക്കൊണ്ടിരുന്ന ആ ട്രെയിനിനെ കുറിച്ചും അതുപോലെ അവന് കറക്റ്റായിട്ട് പോകേണ്ടിയിരുന്ന സ്ഥലത്തെക്കുറിച്ചും ഞാൻ ഇവിടെ വിശദമായിട്ട് ഒന്നും പറയുന്നില്ല. ഇതുപോലെയുള്ള കഥകൾ നമ്മൾ പറയുന്ന സമയത്ത് ഒരുപക്ഷെ അവിടുത്തെ ജനങ്ങൾക്കോ അവിടെ ജോലി ചെയ്യുന്നവർക്കോ എന്തെങ്കിലും തരത്തിലുള്ള മാനസിക പ്രയാസം ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെയുള്ള കഥകളിൽ അവിടെ യഥാർത്ഥ സ്ഥലങ്ങൾ റിവീൽ ചെയ്യാത്തത്. എന്നാൽ സച്ചിൻ അന്ന് നിറയെ ആൾക്കൂട്ടത്തിനിടയിൽ നിന്ന് തന്നെയാണ് ട്രെയിനിലേക്ക് കയറിയത്. എന്നാൽ S7 കോച്ചിലേക്ക് സച്ചിൻ കയറുന്ന സമയത്ത് ആ ട്രെയിനിൽ ആരും തന്നെ ഉണ്ടായിരുന്നില്ല. അതായത് ആ ഒരു കോച്ചിൽ ആരും തന്നെ ഉണ്ടായിരുന്നില്ല. ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെ സച്ചിൻ ഒന്ന് നടന്നു നോക്കി, ഒരു മനുഷ്യനെങ്കിലും കാണാൻ പറ്റുന്നുണ്ടോ എന്ന്. എന്നാൽ സച്ചിൻ അവിടെ ആരെയും കാണാൻ സാധിച്ചില്ല. ഒരുപാട് സമയം സച്ചിൻ കാത്തുനിന്നു. ട്രെയിൻ എടുക്കുന്നത് വരെ അങ്ങോട്ടേക്ക് ആ ബർത്തിലേക്കോ അല്ലെങ്കിൽ ആ കോച്ചിലേക്ക് തന്നെ ആരും തന്നെ വന്നില്ല. ട്രെയിൻ പതിയെ അവിടെ നിന്നും ചലിക്കാനായിട്ട് തുടങ്ങി. ആ ഒരു ടൗണ് കടന്നത് മുതൽ തന്നെ പിന്നീട് വിജനമായിട്ടുള്ള ഒരു വഴി തന്നെയായിരുന്നു. ഇടയ്ക്കിടയ്ക്ക് ഏതൊക്കെയോ പ്ലാറ്റ്ഫോമുകളിൽ നിർത്തുന്നുണ്ട്, എന്നാൽ പോലും അങ്ങോട്ടേക്ക് ആരും തന്നെ വരുന്നില്ല. ഒരു കാരണവശാൽ സച്ചിൻ ഒരു കാര്യം ആലോചിച്ചു. മുന്നെയൊക്കെ നാഗ്പൂരിലേക്ക് പോകുന്ന സമയത്ത് കാല് വയ്ക്കാൻ പോലും സ്ഥലമില്ലാത്ത രീതിയിലാണ് യാത്ര ചെയ്തിരുന്നത്. ഇന്നിപ്പോ അങ്ങനെയൊരു അവസ്ഥ എന്തായാലും ഇല്ലല്ലോ എന്നൊരു സമാധാനത്തിലായിരുന്നു സച്ചിൻ മനസ്സിലിങ്ങനെ ഓർത്തുകൊണ്ടിരുന്നത്. കുറച്ച് സമയം കൂടെ അവൻ അവിടെ ഇരുന്നു. കയ്യിലെ മൊബൈൽ ഫോൺ എടുത്ത് അവൻ എന്തൊക്കെയോ പാട്ടുകളും അതുപോലെയുള്ള കാര്യങ്ങളൊക്കെ കേൾക്കാൻ തുടങ്ങി. എന്നാൽ കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ സച്ചിന് വല്ലാതെ ഉറക്കം വന്നു. എന്നാൽ താഴത്തെ ബർത്തിൽ കിടക്കേണ്ടെന്ന് കരുതിയിട്ട് സച്ചിൻ മുകളിലെ ബർത്തിലേക്ക് കയറി കിടന്നു. എങ്ങനെയൊക്കെയോ അവൻ ഉറക്കത്തിലേക്ക് വഴുതി വീണു. എന്നാൽ കുറച്ച് സമയങ്ങൾ കഴിഞ്ഞാണ് പെട്ടെന്ന് ട്രെയിൻ അലറുന്ന ഒരു ശബ്ദം കേട്ടിട്ട് അവൻ ഞെട്ടി ഉണർന്നത്. ഉടനെ തന്നെ അവൻ കണ്ണു തുറന്ന് നോക്കുന്ന സമയത്ത് അവൻ്റെ ആ ഒരു കൂപ്പയിൽ ഒരു പെൺകുട്ടിയെ കണ്ടു. അത് സൈഡ് സീറ്റിൽ ജനവാതിലിനോട് നോക്കിയിട്ടായിരുന്നു ആ പെൺകുട്ടി അവിടെ തന്നെ ഇരുന്നിരുന്നത്. എന്നാൽ ആ പെൺകുട്ടിയെ കണ്ട സമയത്ത് അവനൊന്ന് സ്മാർട്ടാകാനായിട്ട് അവനോട് തന്നെ പറഞ്ഞു, ഓ എന്തൊരു ഉറക്കമായിരുന്നു ഞാൻ, ഇത്രയും സമയം പോയത് തന്നെ അറിഞ്ഞില്ല. ഏതായാലും നല്ല അടിപൊളി ഒരു പെൺകുട്ടിയാണ് ബർത്തിലേക്ക് വന്നിരിക്കുന്നത്, എന്തായാലും ഒന്ന് പരിചയപ്പെടാമെന്ന് കരുതി അവൻ താഴേക്കിറങ്ങി. എന്നാൽ താഴേക്കിറങ്ങിയിട്ടും അവന് ആ പെൺകുട്ടിയുടെ മുഖം മാത്രം കാണാൻ സാധിച്ചിരുന്നില്ല. പതിയെ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ അവനൊന്ന് നടക്കാനായിട്ട് ശ്രമിച്ചു. എങ്കിൽ പോലും ആ പെൺകുട്ടിയുടെ മുഖം അവന് കാണാനേ സാധിച്ചിരുന്നില്ല. അങ്ങനെ കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ അവൻ അവൻ്റെ സീറ്റിൽ തന്നെ പോയി ഇരിക്കുകയും ചെയ്തു.
അവൻ അവിടെ ഇരിക്കുന്ന സമയത്ത് അവന് പെട്ടെന്ന് ഒരു സ്റ്റേഷനിൽ വണ്ടി നിർത്തിയതുപോലെ തോന്നി. പെട്ടെന്ന് അവൻ ആ ഡോറിന്റെ അരികിലേക്ക് പോയി. ഡോറിന്റെ അവിടെ കുറച്ചു സമയം ഇരുന്നതിന് ശേഷം വീണ്ടും അവന്റെ സീറ്റിലേക്ക് വരുന്ന സമയത്താണ് അവൻ ആ ഞെട്ടിക്കുന്ന കാഴ്ച കണ്ടത്. അങ്ങോട്ടേക്ക് പോകുമ്പോൾ ഒരു പെൺകുട്ടി ഇരുന്ന ആ സീറ്റിൽ ഒരു വൃദ്ധയായിട്ടുള്ള ഒരു സ്ത്രീയാണ് ഇരിക്കുന്നത്. ആ സ്ത്രീയും ആ പെൺകുട്ടി ഇരുന്നത് പോലെ തന്നെ ആ വിൻഡോയിലേക്ക് തല തിരിച്ചിട്ടായിരുന്നു ഇരുന്നിരുന്നത്. ഇതുകൂടി കണ്ടതോടെ പെട്ടെന്ന് അവന് ആശ്ചര്യം തോന്നി. ആ പെൺകുട്ടി എങ്ങോട്ടേക്ക് പോയി? ഇതിനിടയിൽ സ്റ്റേഷനൊന്നും വന്നിട്ടുണ്ടായിരുന്നില്ലല്ലോ. പിന്നെ എവിടേക്കാണ് ആ പെൺകുട്ടി പോയിരിക്കുക എന്നറിയാൻ വേണ്ടിയിട്ട് ആ ട്രെയിനിലെ പല ഭാഗങ്ങളിലൂടെയും അവൻ നടന്നു. എന്നാൽ അവന് ആ പെൺകുട്ടിയെ കാണാനേ സാധിച്ചിരുന്നില്ല. പിന്നീട് അവൻ്റെ മനസ്സിൽ കുറച്ച് ഭയം തോന്നിയത് കൊണ്ട് തന്നെ അവൻ പിന്നീട് ആ സീറ്റിലേക്ക് വന്നിരുന്നില്ല. അവൻ ആ ഡോറിന് അരികിൽ തന്നെ നിന്നുകൊണ്ടാണ് അവൻ പിന്നീട് കുറച്ചു ദൂരം യാത്ര ചെയ്തത്. അങ്ങനെ ട്രെയിൻ പെട്ടെന്ന് ഒരു സ്റ്റേഷനിൽ എത്തി. ആ സ്റ്റേഷനിൽ എത്തിയ സമയത്ത് അവിടെ ഒരു ചായക്കട കണ്ട സച്ചിൻ ഒരു ചായ കുടിച്ച് വരാമെന്ന് കരുതി അങ്ങോട്ടേക്ക് പോകുന്ന സമയത്ത് പെട്ടെന്ന് ഒന്നുകൂടി ആ പെൺകുട്ടി ഇരുന്ന ആ വിൻഡോയിലേക്ക് നോക്കി. ആ സമയത്ത് അവിടെ ആ പെൺകുട്ടി തന്നെയായിരുന്നു ഇരിക്കുന്നുണ്ടായിരുന്നത്. അപ്പോഴാണ് ആ പെൺകുട്ടിയുടെ അതിസുന്ദരമായിട്ടുള്ള മുഖം അവൻ കാണുന്നത്. എന്നാൽ ഇതെങ്ങനെ സംഭവിക്കും എന്ന് അവന് മനസ്സിൽ തന്നെ ഓർത്തുകൊണ്ടേയിരുന്നു. ചായയൊക്കെ കുടിച്ച് വീണ്ടും ആ പെൺകുട്ടിയെ കണ്ട സന്തോഷത്തിൽ അവൻ വീണ്ടും ട്രെയിനിലേക്ക് കയറി ആ പെൺകുട്ടി ഇരിക്കുന്ന ആ ഭാഗത്തെ അവന്റെ സീറ്റിലേക്ക് പോകുന്ന സമയത്ത് വീണ്ടും അതിശയകരമായ ഒരു കാഴ്ച. ആ വൃദ്ധയും ആ പെൺകുട്ടിയും ഇരുന്ന സ്ഥാനത്ത് ഒരു വൃദ്ധനായ മനുഷ്യൻ. എന്നാൽ ആ വൃദ്ധൻ അങ്ങോട്ടേക്ക് ആ വിൻഡോയിലേക്ക് തന്നെ അതുപോലെ തന്നെ നോക്കി നിൽക്കുകയായിരുന്നു. ഇതുകൂടി കണ്ടതോടെ അവന് വല്ലാത്ത തരത്തിലുള്ള ഭയം തോന്നിക്കൊണ്ടിരുന്നു. ഉടനെ തന്നെ അവൻ ആ ട്രെയിനിന്റെ ഡോറിനടുത്തേക്ക് തന്നെ പോയി നിന്നു. വീണ്ടും പ്ലാറ്റ്ഫോമിലേക്ക് ഇറങ്ങി. എന്നാൽ പ്ലാറ്റ്ഫോമിലേക്ക് ഇരിക്കുന്ന സമയത്ത് അവൻ വീണ്ടും ആ വിൻഡോയിൽ നോക്കുന്ന സമയത്ത് അവിടെ ആ പെൺകുട്ടി തന്നെയായിരുന്നു ഇരിക്കുന്നുണ്ടായിരുന്നത്. ആ സമയത്ത് അവൻ അവളെ തന്നെ നോക്കി നിൽക്കുന്ന സമയത്താണ് പെട്ടെന്ന് അവൻ്റെ പുറകിൽ നിന്നും ആരോ അവനോട് പറഞ്ഞത്, നിനക്ക് അവളെ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നീ അവളെ കൂടി കൊണ്ടുപോയിക്കോളൂ എന്ന്. അത് കേട്ടതോടെ അവൻ ഉറക്കെ നിലവിളിച്ചുകൊണ്ട് പറഞ്ഞു, അതെ, എനിക്ക് ഇഷ്ടപ്പെട്ടു, ഞാൻ അവളെ കൊണ്ടുപോവുകയും ചെയ്യും എന്ന് പറഞ്ഞ് അവൻ പുറകിൽ അവനോട് സംസാരിച്ച് ആളെ തിരിഞ്ഞു നോക്കുന്ന സമയത്ത് ഒരു വൃദ്ധനായിട്ടുള്ള ഒരു മനുഷ്യൻ. എന്നാൽ ആ മനുഷ്യന്റെ 2 കണ്ണുകളിലെയും കൃഷ്ണമണികൾ അവിടെ വെള്ള നിറത്തിലായിരുന്നു. ആദ്യത്തെ കാഴ്ചയിൽ അല്പം പേടി തോന്നിപ്പിക്കുന്ന രീതിയിലുള്ള ഒരു വല്ലാത്ത തരം മുഖം. എന്നാൽ ആ ഒരു വൃദ്ധനോട് തർക്കുത്തരം പറഞ്ഞ സച്ചിൻ പെട്ടെന്ന് ചുറ്റുപാടും നോക്കി അദ്ദേഹത്തെ വീണ്ടും ഒന്ന് നോക്കാൻ ഒരുങ്ങുന്ന സമയത്ത് സച്ചിന്റെ പുറകിൽ നിന്നിരുന്ന വൃദ്ധനെ അവിടെയും കണ്ടില്ല. എങ്ങോട്ടോ അദൃശ്യനായിട്ട് മിന്നി മറഞ്ഞതുപോലെ അവന് തോന്നുകയും ചെയ്തു. പിന്നീട് അവന് ആ ട്രെയിനിലേക്ക് കയറാൻ തന്നെ പേടിയായിക്കൊണ്ടിരുന്നു. എന്നാലും അവന് വീട്ടിലേക്ക് പോകേണ്ടത് ആവശ്യമുള്ളത് കൊണ്ട് തന്നെ അവൻ ഉടനെ ആ ട്രെയിനിലേക്ക് കയറുകയും ചെയ്തു. പെട്ടെന്നാണ് അവനെ ആരോ തട്ടി വിളിക്കുന്നത് പോലെ തോന്നിയത്. ആ സമയം കണ്ണ് തുറന്നു നോക്കുന്ന ആ സമയത്ത് അവിടെ അവൻ നിന്നിരുന്നത് അവിടെ കുറച്ച് മാറിയിട്ടുള്ള കാട് നിറഞ്ഞ ഒരു ഭാഗത്തെ മരച്ചുവട്ടിലാണ്. അവിടെ ഒരു ഓട്ടോ ഡ്രൈവർ ആയിരുന്നു അദ്ദേഹത്തെ അല്ലെങ്കിൽ സച്ചിനെ തട്ടിയിരുന്നത്. സർ, എൻ്റെ ഓട്ടോയുടെ പണം തരൂ, ഇവിടെ നിങ്ങളെ ഞാൻ ഇറക്കി വിട്ടതിന് ശേഷം എനിക്ക് എൻ്റെ പണം കിട്ടിയിട്ടില്ല എന്ന് പറഞ്ഞു. ആ സമയത്ത് സച്ചിൻ ആ ഓട്ടോ ഡ്രൈവറോട് ചോദിച്ചു, ഞാൻ ട്രെയിനിലായിരുന്നല്ലോ, പിന്നെ എങ്ങനെയാണ് ഞാൻ ഇവിടേക്ക് എത്തിയതെന്ന്. ആ സമയത്ത് ആ ഓട്ടോ ഡ്രൈവർ പറഞ്ഞു, സർ, എന്താണ് ഈ പറയുന്നത്? സാറിൻ്റെ ഭാര്യയും കൂടിയാണല്ലോ റെയിൽവേ സ്റ്റേഷനിൽ നിന്നും എൻ്റെ ഓട്ടോ പിടിച്ച് ഇങ്ങോട്ടേക്ക് എത്തിയത്, പിന്നെ എന്താണ് ഇങ്ങനെ പറയുന്നത് എന്ന് ആ ഓട്ടോ ഡ്രൈവർ സച്ചിനോട് ചോദിച്ചു. കല്യാണം കഴിയാത്ത എനിക്ക് ഭാര്യയോ എന്ന അതിശയകരമായിട്ടുള്ള അവൻ്റെ ഒരു മുഖഭാവത്തോടു കൂടി ഒരു 500 രൂപ ആ ഓട്ടോ ഡ്രൈവർക്ക് നേരെ നീട്ടിയിട്ട് പറഞ്ഞു, എന്നെ വീണ്ടും റെയിൽവേ സ്റ്റേഷനിലേക്ക് കൊണ്ടുവിടുമെന്ന്. ആ സമയത്ത് ആ ഓട്ടോ ഡ്രൈവർ ചോദിച്ചു, മാഡം വരുന്നില്ലേ സാറേ എന്ന്. ആ സമയത്ത് ആ ഓട്ടോ ഡ്രൈവറോട് ചൂടായിക്കൊണ്ട് സച്ചിൻ പറഞ്ഞു, ഞാൻ പറഞ്ഞത് കേട്ടാൽ മതി, എന്നെ റെയിൽവേ സ്റ്റേഷനിലേക്ക് കൊണ്ടുവിടൂ എന്ന് പറഞ്ഞു. അങ്ങനെ ആ ഓട്ടോ ഡ്രൈവർ സച്ചിനെ റെയിൽവേ സ്റ്റേഷനിൽ കൊണ്ടിറക്കി. എന്നാൽ ആ സമയമായപ്പോഴേക്കും അവൻ വന്നിരുന്ന അല്ലെങ്കിൽ അവൻ സഞ്ചരിച്ചിരുന്ന ആ ട്രെയിൻ അവിടെ നിന്ന് പോയിരുന്നു. അങ്ങനെ അവൻ്റെ ലഗേജസ് മുഴുവൻ ആ ട്രെയിനിലായതുകൊണ്ട് തന്നെ ആ ലഗേജസ് എല്ലാം അവന് നഷ്ടപ്പെടുകയും ചെയ്തിരുന്നു. എന്നാൽ കുറച്ച് സമയം അവിടെ കാത്തിരുന്നതിന് ശേഷം അടുത്ത ട്രെയിൻ വന്നപ്പോൾ അതിൽ കയറി അവൻ വീട്ടിലേക്ക് മടങ്ങി.
അങ്ങനെ വീട്ടിലെത്തിയ സമയത്ത് അവൻ്റെ വീട്ടുകാരോടൊന്നും ഈ കാര്യം അവൻ പറഞ്ഞിരുന്നില്ല. എങ്കിൽ പോലും അടുത്ത ദിവസം മുതലാണ് സച്ചിൻ്റെ വീട്ടിൽ അല്ലെങ്കിൽ സച്ചിന് ഇത്തരത്തിലുള്ള അനുഭവങ്ങൾ ഉണ്ടാവാൻ തുടങ്ങിയത്. അന്ന് രാത്രി എപ്പോഴും ഒരു അർദ്ധരാത്രിയൊക്കെ കഴിയുന്ന സമയത്ത് സച്ചിനെ ആരോ വിളിക്കുന്നത് പോലെ തോന്നും. അതുപോലെ സച്ചിന്റെ കാലിലെ തള്ളവിരലിൽ ആരോ നാവ് കൊണ്ട് നക്കുന്നത് പോലെ അവന് തോന്നുമായിരുന്നു. 2-3 തവണ അവൻ കാല് കുതറി നോക്കിയെങ്കിലും, ലൈറ്റ് ഓൺ ചെയ്ത് ഭാഗങ്ങളൊക്കെ നോക്കിയെങ്കിൽ പോലും അവൻ അവിടെ ആരെയും കാണാൻ സാധിച്ചില്ല. എന്നാൽ പിന്നെയും പിന്നെയും അവൻ്റെ വലത് കാലിലെ തള്ളവിരലിൽ ആരോ നാവ് കൊണ്ട് നക്കുകയും പിന്നീട് അവൻ തൊട്ട് നോക്കുന്ന സമയത്ത് ആ കാൽപാദത്തിൽ ഒരു നനവുള്ളത് പോലെയും അവന് തോന്നുകയുണ്ടായി. ഇടയ്ക്കിടയ്ക്ക് അവനെ ആരോ വിളിക്കുന്നത് പോലെയും ബാത്റൂമിൽ നിന്നും ഒരു സ്ത്രീ മൂളിപ്പാട്ട് പാടുന്നത് പോലെയുമുള്ള ശബ്ദം അവന് കേൾക്കാൻ പതിവായി തുടങ്ങി. എന്നാൽ അടുത്ത ദിവസമാണ് അവൻ്റെ അമ്മ അവൻ്റെ റൂം വൃത്തിയാക്കാൻ ചെല്ലുന്ന സമയത്ത് അവൻ്റെ മുറിയിൽ അവൻ്റെ ബെഡിൽ നിറയെ വലിയ വലിയ മുടിനാരുകൾ കാണാൻ സാധിച്ചത്. ഇത് സ്ത്രീകളുടെ മുടിയാണല്ലോ എന്ന് സച്ചിനോട് പറഞ്ഞ സമയത്ത് സച്ചിൻ ഒന്നും തന്നെ പറഞ്ഞില്ല. അത് എങ്ങനെയെങ്കിലും എൻ്റെ ഷർട്ടിലോ മറ്റോ പെട്ടതായിരിക്കാം എന്ന് പറയുകയുണ്ടായി. അല്ലെങ്കിൽ അമ്മയുടെയോ സച്ചിൻ്റെ തന്നെ സഹോദരിയുടെയോ മുടികളായിരിക്കാം എന്നും കൂടി പറഞ്ഞു. എന്നാൽ അടുത്ത ദിവസം സച്ചിൻ പുറത്തു പോയി വരുന്ന സമയത്ത് സച്ചിൻ്റെ അമ്മയും സഹോദരിയും ഒരു മൂലയിൽ ഒഴിഞ്ഞ് മാറി നിൽക്കുന്നു. വിറച്ച സ്വരത്തോടു കൂടിയിട്ടും പേടിച്ച മുഖത്തോടു കൂടിയിട്ടും അവർ സച്ചിനോട് ചോദിച്ചു, ഏതാ മോനെ നിന്റെ മുറിയിലെ ആ പെൺകുട്ടി എന്ന്. ആ സമയത്ത് സച്ചിൻ ഓടി ആ മുറിയിലേക്ക് എത്തിയ സമയത്ത് ഒരു ഭാഗത്ത് നോക്കുന്ന സമയത്ത് പെട്ടെന്ന് അന്ന് അവൻ ട്രെയിനിൽ കണ്ട അതേ പെൺകുട്ടി ആ റൂമിൽ നിൽക്കുന്നു. കണ്ണടച്ച് തുറക്കുന്ന അതേ വേഗത്തിൽ ആ പെൺകുട്ടി അവന് മുന്നിൽ നിന്നും അപ്രത്യക്ഷമായി പോയി. ആ സമയത്ത് സച്ചിൻ കിടന്നിരുന്ന കിടക്ക മുഴുവൻ അവിടെ നിറയെ മുടിനാരുകളായിരുന്നു. അതും ജട പിടിച്ച ഏതോ അഴുക്ക് പിടിച്ച ചില പുഴുവരിക്കുന്ന ചില മുടിനാരുകൾ. ഇതൊക്കെ കണ്ടതോടെ സച്ചിൻ തൻ്റെ അമ്മയോട് കാര്യങ്ങളൊക്കെ പറഞ്ഞു. ആ സമയത്ത് സച്ചിൻ്റെ അമ്മ തൻ്റെ സഹോദരനെ വീട്ടിലേക്ക് വരുത്തി. അമ്മയുടെ സഹോദരൻ മന്ത്രവാദങ്ങളിലും ഇതുപോലെയുള്ള ആവാഹനങ്ങളിലുമൊക്കെ വിദഗ്ധനായിരുന്നു. അദ്ദേഹം കൂടെ വന്നതോടെ സച്ചിൻ്റെ അമ്മയും സച്ചിനും ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞു. അദ്ദേഹം കണക്ക് കൂട്ടാൻ ആരംഭിച്ചു. കണക്കുകൂട്ടലിൽ അദ്ദേഹത്തിന് ഒരു കാര്യം മനസ്സിലായി. അന്ന് ട്രെയിനിൽ വെച്ച് അവിവാഹിതയായിട്ടുള്ള ഒരു സ്ത്രീയുടെ ആത്മാവാണ് സച്ചിന് പുറകെ വന്നിരിക്കുന്നത്. എന്നാൽ ആ സ്ത്രീ സച്ചിനെ വിട്ട് പോകാൻ അല്പം പ്രയാസമാണ്. എങ്കിലും ആ സ്ത്രീ പോകണമെങ്കിൽ നമുക്ക് കടുകട്ടിയായിട്ടുള്ള ചില മന്ത്രവാദങ്ങളിലൂടെ മാത്രമേ സാധിക്കുകയുള്ളൂ. എന്നാൽ ആ മന്ത്രവാദം എൻ്റെ ഗുരുവിനോട് കൂടി ചോദിച്ചതിന് ശേഷം മാത്രമേ എനിക്ക് നിങ്ങളോട് പറയാനാവുകയുള്ളൂ എന്നും സച്ചിൻ്റെ അമ്മയുടെ സഹോദരൻ അവരോട് പറഞ്ഞു. അടുത്ത ദിവസം തന്നെ അദ്ദേഹം വീട്ടിലേക്ക് എത്തിയിട്ട് സച്ചിനോട് പറഞ്ഞു, നീ 9 ശ്മശാനങ്ങളിൽ പോകണം. അവിടെ നിന്നും 9 തരത്തിലുള്ള മണ്ണ് ശേഖരിക്കണം. ആ മണ്ണുകൾ ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്ന ശേഷം നിന്നെ പോലെ തന്നെയുള്ള രൂപത്തിലുള്ള ഒരു കളിമൺ പ്രതിമയെ ഉണ്ടാക്കിയിട്ട് ആ ബെഡിൽ വെച്ച് എന്നിട്ട് വേണം നമുക്ക് ആവാഹനങ്ങൾ തുടങ്ങാനെന്ന്. അങ്ങനെ സച്ചിൻ 9 ശ്മശാനങ്ങളിൽ പോയി അവിടെ ഉണ്ടായിരുന്ന മണ്ണുകൾ കുഴിച്ചെടുത്ത് വീട്ടിലേക്ക് കൊണ്ടുവന്ന് അമ്മാവനും അതുപോലെ സച്ചിനും കൂടിയിട്ട് ഒരു ആൾ രൂപത്തെ ഉണ്ടാക്കി അവൻ്റെ കട്ടിലിൽ വെച്ചു. എന്നിട്ട് അവിടെ വെച്ച് ചില ആവാഹന കർമ്മങ്ങളും ചില മന്ത്രവാദങ്ങളും വലിയ വലിയ പൂജകളും നടത്തി. അതിനുശേഷം അദ്ദേഹം സച്ചിനോടും സച്ചിൻ്റെ അമ്മയോടും പറഞ്ഞു, ഇനി നിങ്ങൾ ഈ വീട് മറന്നുകൊള്ളുക. ഇനി സച്ചിൻ ഈ ആത്മാവിൽ നിന്നും രക്ഷപ്പെടണമെങ്കിൽ നിങ്ങൾ ഈ വീട് എന്നേക്കുമായി ഉപേക്ഷിച്ചിട്ട് ഈ മൺപ്രതിമയെ ഇവിടെ തന്നെ വെച്ചിട്ട് ഇവിടെ നിന്ന് പോകണം. എങ്കിൽ മാത്രമേ സച്ചിന് ഈ ആത്മാവിൽ നിന്നും മോചനം ലഭിക്കുകയുള്ളൂ എന്ന ഒരു അവസാനത്തെ പ്രതിവിധി എന്നതുപോലെ അമ്മാവൻ അവരോടെല്ലാവരോടും പറഞ്ഞു. എന്നാൽ സച്ചിൻ്റെ ലൈഫ് വെച്ചിട്ട് കളിക്കാനോ അല്ലെങ്കിൽ പരീക്ഷണം നടത്താനോ തയ്യാറാകാതിരുന്ന സച്ചിൻ്റെ അമ്മയും സഹോദരിയെയും കൂട്ടിയിട്ട് അവിടെ നിന്നും പോവുകയുണ്ടായി. പിന്നീട് കുറച്ചകലെ മാറിയിട്ട് അവർ ഒരു വീട് പണിയുകയും പിന്നീട് അവിടെ താമസം തുടങ്ങുകയൊക്കെ ചെയ്തു. എങ്കിൽ പോലും പിന്നീട് ഒരിക്കലും സച്ചിന് ഇതുപോലെയുള്ള ആ പെൺകുട്ടിയുടെ ആത്മാവിൻ്റെ ശല്യമൊന്നും ഉണ്ടായിട്ടില്ല എന്നാണ് സച്ചിൻ പറഞ്ഞത്. എന്നാൽ ഇപ്പോഴും നാഗ്പൂരിലേക്ക് ട്രെയിനിൽ പോകുന്ന സമയത്ത് സച്ചിൻ്റെ ഉള്ളിൽ വല്ലാത്ത തരത്തിലുള്ള ഒരു ഭയം ഉണ്ടാവാറുണ്ട് എന്ന് സച്ചിൻ പലപ്പോഴും പറഞ്ഞത് കേട്ടിട്ടുണ്ട്. ഇതുപോലെയുള്ള കഥകൾ കേൾക്കാൻ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ നിങ്ങൾക്ക് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് എൻ്റെ കൂടെ കൂടാവുന്നതാണ്.